അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്മി അൻസില ബിൻത് ഇബ്രാഹിം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ ആണ്. നമ്മുടെ സെക്കൻഡ് ലെസന്റെ പേരെന്താണ്? ജസാഉ സിദ്ഖ്. എന്താണ്? ജസാഉ സിദ്ഖ്. ജസാഉ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മാനം. സിദ്ഖ് എന്ന് പറഞ്ഞാലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ? സത്യസന്ധത. ജസാഉ സിദ്ഖ്, സത്യസന്ധതയ്ക്കുള്ള സമ്മാനം. കഴിഞ്ഞ പാഠത്തിലെ പോലെ തന്നെ ഇതും നല്ലൊരു കഥയാണ്. ഈ കഥയും സത്യസന്ധതയെ ബേസ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് കഥയിലോട്ട് കടക്കാം. കാനഫി ഉണ്ടായിരുന്നു, ഖറിയത്തി ഗ്രാമത്തിലുണ്ടായിരുന്നു, മുസാരിയൻ ഒരു കൃഷിക്കാരൻ ഗ്രാമത്തിലുണ്ടായിരുന്നു, ഇഷ്തറ വാങ്ങി, മസ്റഅത്തൻ ഒരു കൃഷിസ്ഥലം, ബിമിഅത്തി ദീനാർ 100 ദീനാർ കൊടുത്ത് ഒരു കൃഷിസ്ഥലം വാങ്ങി. ആരാ വാങ്ങിച്ചത്? മുസാരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്കാരൻ. 100 ദീനാർ കൊടുത്ത് ഒരു കൃഷിസ്ഥലം വാങ്ങി. വബദഅ യസ്റഉ. ബദഅ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങി. യസ്റഉ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഫവജദ, ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ, വജദ കണ്ടു, ഫവജദ അപ്പോൾ കണ്ടു, ഉൽബത്തൻ പെട്ടി. ഫവജദ ഉൽബത്തൻ അപ്പോൾ ഒരു പെട്ടി കണ്ടു. ഫിഹ അതിലുണ്ട്, നുഖൂദുൻ നാണയങ്ങൾ, ദഹബിയ സ്വർണത്തിന്റെ, സ്വർണ നാണയങ്ങൾ അതിലുണ്ട്. അഅത നൽകി, അൽ മുസാരിയോ കൃഷിക്കാരൻ നൽകി. എന്താ നൽകിയത്? അന്നുഖൂദ് നാണയങ്ങൾ കൃഷിക്കാരൻ നൽകി. ആർക്കാ നൽകിയത്? ലിസ്വാഹിബി ഉടമസ്ഥന്, അൽ മസ്റഅത്തി തോട്ടത്തിന്റെ, അൽ സാബിഖി മുമ്പത്തെ. ഈ കൃഷിയിടം ആരുടെ കയ്യിൽ നിന്നാണോ അദ്ദേഹം വാങ്ങിയത് ആ മുൻപേ ഉള്ള ഉടമസ്ഥന് എന്ത് ചെയ്തു? ആ സ്വർണ്ണ നാണയങ്ങൾ തിരികെ നൽകി. എന്തുകൊണ്ടാണ് തിരികെ നൽകിയത്? ആ നാണയങ്ങളൊന്നും ആരുടേതല്ല, ആ കൃഷിക്കാരന്റെ നാണയങ്ങളല്ല. അതുകൊണ്ടാണ് അദ്ദേഹം മുൻപേ ഈ കൃഷിയിടം ആരുടേതാണോ ആ വ്യക്തിക്ക് അദ്ദേഹം ആ സ്വർണ്ണ നാണയങ്ങൾ തിരികെ നൽകിയത്. തഅജ്ജബ അത്ഭുതപ്പെട്ടു. ആരത്ഭുതപ്പെട്ടു? മുമ്പത്തെ കൃഷിഭൂമിയുടെ ഉടമസ്ഥൻ അത്ഭുതപ്പെട്ടു. എന്ത് കണ്ടിട്ട്? മിൻ സിദ്ഖിൽ മുസാരി കൃഷിക്കാരന്റെ സത്യസന്ധത കണ്ട്. വഅമാനതിഹി അദ്ദേഹത്തിന്റെ വിശ്വസ്തതയിലും. മുൻപത്തെ കൃഷിയിടത്തിന്റെ ഉടമസ്ഥൻ അത്ഭുതപ്പെട്ടു പോകുകയാണ്. എന്ത് കണ്ടിട്ടാണ്? കൃഷിക്കാരന്റെ വിശ്വസ്തതയും സത്യസന്ധതയും കണ്ട്. എന്നിട്ട് എന്താ ചെയ്തത്? ആ മുൻപത്തെ ഉടമസ്ഥൻ വറദ്ദ തിരികെ നൽകി, അൽ-നുഖൂദ ഇലൈഹി ആ നാണയങ്ങൾ അയാളിലേക്ക്. കൃഷിക്കാരന്റെ വിശ്വസ്തതയും സത്യസന്ധതയും കണ്ട് മുൻപത്തെ ഉടമസ്ഥൻ എന്താ ചെയ്തതപ്പോ? തിരികെ നാണയങ്ങൾ അദ്ദേഹത്തിന് തന്നെ നൽകി. വിശ്വസ്തനും സത്യസന്ധതയും നിറഞ്ഞ ഈ കൃഷിക്കാരനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഈ കഥയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് കടക്കാം. നഖ്റ നമുക്ക് വായിക്കാം, വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം. ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലേക്ക് നോക്കൂ. എന്താണ് കാണുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 10ന്റെ നോട്ടുണ്ട്, 20ന്റെ, 50ന്റെ, 100ന്റെ ഒക്കെ നോട്ടുകളുടെ ഫോട്ടോമാണ് കാണുന്നത്. മനസ്സിലായില്ലേ? ഇത് എങ്ങനെ അറബിയിലേക്ക് പറയാം? 10ന് എന്താ പറയുക? അഷർ. എന്താണ്? അഷർ. 20നോ? ഇശ്റൂന. 50നോ? ഖംസൂന. അപ്പോ 100ന് എന്താ പറയുക? മിഅ. എന്താണ്? മിഅ. നിങ്ങൾ ഇതൊക്കെ കാണാപ്പാഠം പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് നമ്പേഴ്സ് ഒക്കെ എഴുതാൻ അറിയാമോ? എഴുതാൻ അറിയാല്ലേ? ഇപ്പോ 10, 20, 30, 40 അങ്ങനെയൊക്കെ എഴുതാൻ അറിയാമോ? അറിയാം അല്ലേ? അറബിയിൽ എഴുതാൻ അറിയാമോ? ചിലർക്ക് അറിയില്ല അല്ലേ? അപ്പൊ നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് 10 എന്ന് അറബിയിൽ എഴുതുക? ദേ നോക്കിക്കേ, എങ്ങനെയാണ് എഴുതുക. അതിനി എങ്ങനെയാണ് അറബിയിൽ പറയുക? അഷറ. 10. അഷറ 10. 20. ഇശ്റൂൻ. എന്താ പറയുക? ഇശ്റൂൻ. 13. സലാസൂൻ. 14. 40.
അപ്പോ 15ഓ? ഖംസൂൻ. ഖംസൂൻ. ഇനി 16 എന്താ പറയുക? സിത്തൂൻ. എന്താണ്? സിത്തൂൻ. അപ്പോ 17 എന്താ പറയുക? സബഊൻ. എന്താണ്? സബഊൻ. അപ്പോ 18ഓ? സമാനൂൻ. സമാനൂൻ. 19 തിസ്ഊൻ. തിസ്ഊൻ. അപ്പൊ 100നോ? മിഅ. എന്താ പറയുക? മിഅ. ഈ എണ്ണങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. കാരണം ഇതിൽ നിന്നും ചോദ്യം തീർച്ചയായും പരീക്ഷയ്ക്ക് വരുന്നതായിരിക്കും. ഇതിനെ മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി ഉള്ളത്. ആക്ടിവിറ്റിയിലോട്ട് കിടക്കാം. ഡെസിലു. നമുക്ക് മാച്ച് ചെയ്യാം. ബിറഖമിൽ മുനാസിബി. ബിറഖമി അക്കങ്ങൾ കൊണ്ട്, മുനാസിബി യോജിച്ച അനുയോജ്യമായ അക്കങ്ങൾ കൊണ്ട് നമുക്ക് മാച്ച് ചെയ്യാം. വനത്തുബു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാച്ച് ചെയ്ത് എഴുതാവുന്നതാണ് അല്ലേ? നേരത്തെ നമ്മൾ പഠിച്ച അതേ കാര്യം തന്നെയാണ് നമുക്കിവിടെ മാച്ച് ചെയ്ത് എഴുതാനുള്ളത്. ദാ നോക്കിക്കേ. അഷറ. അഷറ എങ്ങനെയാണ് നമുക്ക് അറബിയിൽ അക്കത്തിൽ എഴുതുക? ദാ ഇങ്ങനെ. ഇനി അതൊന്ന് മാച്ച് ചെയ്യൂ. അഷറ 10. ഒന്ന് മാച്ച് ചെയ്യൂ. അഷറൂൻ. അത് ഓൾറെഡി മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 20 അല്ലേ? ഇനി സലാസൂൻ 13. ഒന്ന് മാച്ച് ചെയ്യൂ. 13. ഇനിയോ? അർബഊൻ 14. 14ലേക്ക് വരയ്ക്കൂ. ഖംസൂൻ 15. സിത്തൂൻ 16. സബഊൻ 17. സമാനൂൻ 18. തിസ്ഊൻ 19. മിഅ 100. ഇപ്പം എല്ലാവരും മാച്ച് ചെയ്തില്ലേ? ഇനി ഇതൊന്ന് താഴേക്ക് എടുത്തെഴുതൂ. എഴുതിയല്ലേ? ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് കിടക്കാം. നുഷാഹിദു. നമുക്ക് വീക്ഷിക്കാം. വനുഅബ്ബിറു. നമുക്ക് നിരൂപണം നടത്താം. വനംലുൽ ഫറാ. വിട്ടുപോയ ഭാഗം നമുക്ക് പൂരിപ്പിക്കാം. ദാ താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം? വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാം. ആദ്യത്തെ ചിത്രം ഒന്ന് നോക്കൂ. എന്താണ് കാണാൻ സാധിക്കുന്നത്? അവിടെ ഇതാ ഒരു ആൺകുട്ടി പൂന്തോട്ടത്തിൽ നിൽക്കുന്നു. ആൺകുട്ടിയുടെ അരികിലായി ഒരു മരം കാണുന്നില്ലേ? മരത്തിന്മേൽ അണ്ണാനുണ്ട് അല്ലേ? അണ്ണാന്റെ അരികിലായി ഒരു മാങ്ങ തൂങ്ങിക്കിടപ്പുണ്ട് അല്ലേ? ഇനി നമുക്ക് ഈ സെന്റൻസ് ഒന്ന് വായിക്കാം. വസല എത്തി. നിയാസ്. നിയാസ് എത്തി. അപ്പൊ ആൺകുട്ടിയുടെ പേരെന്താണ്? നിയാസ്. വസല നിയാസ്. നിയാസ് എത്തി. ഇല ബുസ്താനി. ഗാർഡനിലേക്ക്. വസല നിയാസ് ഇല ബുസ്താനി. നിയാസ് ഗാർഡനിലേക്ക് എത്തി. ഇനി അടുത്ത ചിത്രം ഒന്ന് നോക്കൂ. എന്താണ് കാണാൻ സാധിക്കുന്നത്? ആ മാവ് മേലുണ്ടായിരുന്ന മാങ്ങ താഴെ കിടപ്പുണ്ട് അല്ലേ? ഇനി ആ സെന്റൻസ് ഒന്ന് വായിക്കാം. ഡാഷ് മാഞ്ച. മാഞ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? മാങ്ങ. മിനഷജ്രത്തി. മരത്തിൽ നിന്ന്. അപ്പൊ എന്തായിരിക്കും അവിടെ കൊടുക്കേണ്ടത്? എന്താണ് ഫിൽ ചെയ്യേണ്ടത്? വീണു എന്നായിരിക്കും അല്ലേ? അപ്പൊ വീണു എന്നതിനെന്താ അറബിയിൽ പറയുക? സഖത. അപ്പൊ നമുക്ക് എഴുതാം. സഖത മാഞ്ച മിനഷജ്റതി. മരത്തിൽ നിന്ന് മാങ്ങ വീണു. ഇനി അടുത്ത ചിത്രം ഒന്ന് നോക്കൂ. എന്താ കാണാൻ സാധിക്കുന്നത്? നിയാസ് മാങ്ങ എടുത്തു നിൽക്കുന്നത് കാണുന്നു അല്ലേ? നമുക്ക് സെന്റൻസിലോട്ട് കടക്കാം. ഡാഷ് നിയാസ് അൽ മാഞ്ച. മാങ്ങ നിയാസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാ ഒരു സെന്റൻസ് പൂർത്തീകരിക്കുക? നിയാസ് മാങ്ങ എടുത്തു. എടുത്തു എന്നതെങ്ങനെയാ അറബിയിൽ പറയുക? അഖദ. അഖദ നിയാസ് അൽ മാഞ്ച. നിയാസ് മാങ്ങ എടുത്തു. അടുത്ത ചിത്രം ഒന്ന് നോക്കൂ. എന്താണ് കാണാൻ സാധിക്കുന്നത്? നമ്മുടെ നിയാസ് ആ മാങ്ങ കഴിക്കാൻ തുടങ്ങുകയാണ് അല്ലേ? അപ്പോൾ സെന്റൻസിലോട്ട് വരൂ. ഡാഷ് യഅകുലു. തിന്നുക. ഫസമിഅ. അപ്പോൾ കേട്ടു. സൗത്തൻ. ഒരു ശബ്ദം. മിനഷജ്റതി. മരത്തിൽ നിന്ന്. അപ്പോൾ എന്താണ് അവിടെ കൂട്ടിച്ചേർക്കേണ്ട വാക്ക്? തുടങ്ങി. അവൻ തിന്നാൻ തുടങ്ങി അല്ലേ? അപ്പോൾ നമുക്ക് അറബിയിൽ എങ്ങനെ എഴുതുക?
ബദഅ ബദഅ യഅകുലു അവൻ തിന്നാൻ തുടങ്ങി. ഫസമിഅ അപ്പോൾ കേട്ടു സൗത്തൻ ഒരു സൗണ്ട് മിനശ്ശജറത്തി തിന്നാൻ തുടങ്ങിയപ്പോൾ അവനൊരു സൗണ്ട് കേട്ടു മരത്തിൽ നിന്ന്. ഇനി അടുത്ത ചിത്രത്തിലേക്ക് നോക്കൂ. എന്താണ് കാണാൻ സാധിക്കുന്നത്? എന്താണ്? നമ്മുടെ നിയാസ് സിഞ്ചാബുനെ കണ്ടു. സിഞ്ചാബ് എന്ന് വെച്ചാൽ എന്താണ്? അണ്ണാൻ. അണ്ണാനെ നിയാസ് കണ്ടു. ഇനി സെന്റൻസിലോട്ട് നോക്കാം. ഡാഷ് സിഞ്ചാബൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് വേണ്ടത്? നിയാസ് കണ്ടു. അപ്പൊ നമുക്ക് അറബിയിൽ എഴുതാം. വജദ നിയാസ് സിഞ്ചാബൻ. നിയാസ് അണ്ണാനെ കണ്ടു. ഇനി ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. എന്താണ് കാണാൻ സാധിക്കുന്നത്? നമ്മുടെ നിയാസ് ആ മാങ്ങ സിഞ്ചാബുന് നമ്മുടെ അണ്ണാന് നൽകുകയാണ് അല്ലേ? ഇനി സെന്റൻസിലോട്ടൊന്ന് നോക്കൂ. ഡാഷ് നിയാസ് അൽമാഞ്ച ലി സിഞ്ചാബി. നിയാസ് മാങ്ങ അണ്ണാന് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വിട്ടുപോയ വാക്ക് ഏതാണ്? നൽകി. നൽകി എന്നതിന് എങ്ങനെ അറബിയിൽ പറയുക? അഅത. നൽകി. അഅത നിയാസ് അൽമാഞ്ച ലി സിഞ്ചാബി. അണ്ണാന് മാങ്ങ നിയാസ് നൽകി. ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി എല്ലാവരും ഇത് കൃത്യമായി നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. അതുപോലെ തന്നെ ഈ അറബി വാക്കുകളും ഇതിന്റെ അർത്ഥവും നന്നായി മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് കിടക്കാം. നഖ്റഉ നമുക്ക് വായിക്കാം. വനക്തുബു എന്നിട്ട് നമുക്ക് എഴുതാം. ബിഖത്തിൽ ജമീലി മനോഹരമായി കൊണ്ട് ഈ വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം, വായിക്കാം. താഴെ എഴുതിയിരിക്കുന്നത് കണ്ടോ? എന്താണത്? റജുലുൻ സ്വാദിഖ് സത്യസന്ധനായ വ്യക്തി. ഈ വാക്ക് നമ്മൾ എന്ത് ചെയ്യുക? നല്ല ഭംഗിയിലായിട്ട് എഴുതുക. അടുത്ത വാക്ക് എന്താണ്? അൻതി റാഖിസത്തുൻ. അൻതി നീ റാഖിസത്തുൻ നൃത്തം ചെയ്യുകയാണ്. ഇതും എന്ത് ചെയ്യുക? ഭംഗിയിൽ എഴുതുക കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ലെസൺ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പുതിയ ലെസണുമായി കണ്ടുമുട്ടാം. അതുവരെ മസ്സലാം.